അങ്ങനെ ഈ വർഷത്തെ വിഷു ഇങ്ങെത്തി. സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള പർച്ചേസിലാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പായസവും കുറച്ച് വിഭവങ്ങളൊക്കെ ചേർത്ത് ചെറിയൊരു സദ്യ ഒരുക്കി ഫാമിലിയും കൂട്ടുകാരും ഒക്കെയായി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. വിഷുക്കണിയൊക്കെ മനസ്സ് നിറഞ്ഞ് കണ്ടതിന് ശേഷം ഇനി കൈനീട്ടത്തിൻ്റെ ഊഴാണ്. മോനും എനിക്കൊക്കെ ഏട്ടൻ കൈനീട്ടം തന്നു കേട്ടോ. അത് കൂടാതെ അവൻ ഞങ്ങൾക്കും തന്നു നല്ലൊരു ചക്കര ഉമ്മ. ഇനി സദ്യക്കുള്ള വട്ടം കൂട്ടലാണ്. പായസം ഉൾപ്പെടെ കുറച്ചധികം കറികളൊക്കെ ഉണ്ടാക്കി നല്ലൊരു സദ്യ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സദ്യ ഒരുക്കുമ്പോഴൊക്കെ മനസ്സ് മുഴുവൻ വീട്ടിലായിരിക്കും കേട്ടോ. അമ്മ ഉണ്ടാക്കി തന്ന സദ്യയും കുട്ടിക്കാലത്തെ വിഷുവിൻ്റെ ആഘോഷങ്ങളും ഒക്കെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ. നമുക്കൊക്കെ പങ്കുവയ്ക്കാൻ നല്ല കുട്ടിക്കാലവും നല്ല വിഷുവിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ നല്ലൊരു മെമ്മറി എൻ്റെ മോനും കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ ഒരുക്കാമെന്ന് വിചാരിച്ചത്. കാരണം അവർക്ക് ഓർക്കാനും എന്തൊക്കെയെങ്കിലും വേണ്ടേ. എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.